എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഒരാഴ്ചയുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ എത്തി. പ്രത്യേകിച്ച് ജൂലൈ മാസത്തിലെ ആദ്യ ആഴ്ചയുടെ ചില ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും നല്ല ആഴ്ചകൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് വരുന്ന ഓരോ ആഴ്ചകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ശക്തിയുള്ള, അഭിഷേകമുള്ള, ഉയർച്ചകളുള്ള, സമാധാനം കൊണ്ട് നിറഞ്ഞ ആഴ്ചകളായി മാറാൻ നമുക്കൊരിപ്പോഴേ നമുക്കൊരുങ്ങാം. നന്നായി നമ്മുടെ നന്മകൾക്കായിട്ട് നമുക്കൊരുങ്ങാം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു ആഫ്രിക്കൻ പഴമൊഴി ഇങ്ങനെയാണ്: എ വൈസ് മാൻ നെവർ നോസ് ഓൾ, ഓൺലി ഫൂൾസ് നോ എവരിത്തിങ്. അതായത് ജ്ഞാനിയായ മനുഷ്യൻ എല്ലാം അറിയുന്നില്ല, എല്ലാ കാര്യവും അറിയുന്നില്ല. വിഡ്ഢിയായ മനുഷ്യൻ എല്ലാം അറിയുന്നു എന്ന്. ജ്ഞാനിയായ മനുഷ്യൻ അറിയേണ്ടത് മാത്രം അറിയുന്നു. വിഡ്ഢിയായ മനുഷ്യനോ എല്ലാം ചകഞ്ഞ് അറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതല്ലേ നടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പേപ്പർ മുഴുവനും വായിച്ച് അത് മുഴുവൻ അറിയും. യൂട്യൂബ് മുഴുവനും പരിശോധിച്ച് നടന്ന അപകടങ്ങളും അനർത്ഥങ്ങളും കൊള്ളയും കൊള്ളിവയ്പ്പും അനീതിയും രാഷ്ട്രീയക്കാരങ്ങനെ ചെയ്തതും എല്ലാം അറിയുക ഭയങ്കര അപകടമാണ്. എന്നാൽ ജ്ഞാനിയായ മനുഷ്യൻ അവന് വേണ്ടത് മാത്രം അറിയുന്നു. നിനക്ക് വേണ്ടത് മാത്രം അറിയുക. ഒരു പണിയും ചെയ്യാതെ മെനക്കെട്ട് എല്ലാ നാട്ടുവിശേഷം പറയുന്ന ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഒരു നല്ല കറി വെക്കാൻ പോകട്ടെ, ഒരു നല്ല ചായ വെക്കാൻ പോലും അറിയില്ല. അപ്പം എന്താ അറിയേണ്ടത്? ഒരു നല്ല ചായ എങ്ങനെ വെക്കാം, ചപ്പാത്തിയും പരിപ്പ് കറിയും അല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും എങ്ങനെ വെക്കാം, ഇത്രയും അറിഞ്ഞാൽ പോരെ? നാട്ടിലെ മുഴുവൻ വിശേഷം അറിഞ്ഞതുകൊണ്ട് നിന്റെ വീടിന് എന്ത് ഗുണമുണ്ട്? വിഡ്ഢിയായ മനുഷ്യൻ എല്ലാം അറിയുന്നു, ജ്ഞാനിയായ മനുഷ്യൻ എല്ലാം അറിയുന്നില്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമുക്കറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ലോകത്തിലെല്ലാ കാര്യവും അറിയാം, ബൈബിളിലെ ഒരു സത്യം പോലും അറിയില്ല. അങ്ങനത്തെ വിശ്വാസികളെ ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. ബൈബിൾ തുറക്കത്തില്ല. കുടുംബ പ്രാർത്ഥനയൊക്കെ ഒന്ന് തുറന്നു. ചർച്ചിൽ വരുമ്പോൾ ഒരു സിബ്ബുള്ളത് കൊണ്ട് അതും പൊക്കിക്കൊണ്ട് വരും, അതുപോലെ തിരിച്ചു കൊണ്ടുപോകും. കാരണം ഇതെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നതുകൊണ്ട് ബൈബിൾ തുറക്കാൻ പോലും താല്പര്യമില്ല. അതുകൊണ്ട് ബൈബിളിലെ ഒരു കാര്യം ചോദിച്ചാൽ ഹബക്കൂക്ക് എവിടെയാണ്, നഹൂം എവിടെയാണ് എന്ന് തപ്പുന്നത് പുതിയ നിയമത്തിലാണ്. ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ വെളിപ്പാടിൽ തപ്പും. ബൈബിളാണ് അറിയേണ്ടത്. ദൈവത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞാൽ ജീവിതം മാറും. നമ്മൾ അറിയേണ്ടത് അറിയണം. അറിയാൻ പാടില്ലാത്തത് അറിയാതിരിക്കുന്നതാണ് നല്ലത്. പൗലോസ് പറഞ്ഞതുകൂടി ചേർത്ത് ഞാനത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ അല്ലാതെ വേറൊന്നും അറിയണ്ട. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ അറിയുക. എന്തറിയണം, എന്തറിയരുത് എന്ന് നാം പഠിക്കണം. എല്ലാം അറിയാനായിട്ട് മെനക്കെട്ട് നടക്കരുത്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് എത്ര രൂപയാണ് വരുമാനം, നീ എന്തിനത് അറിയുന്നു? അപ്പുറത്തെ വീട്ടിൽ എന്താണ്, ഇപ്പുറത്തെ വീട്ടിൽ നീ നിന്റെ വീട്ടിൽ എന്താണെന്ന് അറിയുക. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നാട്ടുകാരുടെ മുഴുവൻ വിശേഷം അറിഞ്ഞ് നടക്കല്ലേ. ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ഒരു ബൈബിൾ സംസ്കാരത്തിലേക്ക് കടന്നു വാ. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത്, നീ ചാർച്ചക്കാരെയും പിതൃദേശത്തെ സ്വന്തം ഭവനത്തെയും വിടുക, മനസ്സിൽ നിന്ന് അത് കളയുക. അത് അറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിനക്കൊരു നന്മ വെച്ചിട്ടുണ്ട്, നീ അതിനെ ഫോക്കസ് ചെയ്താൽ മതി. അതാണ് ഉൽപ്പത്തി 12-ാം അധ്യായം 1, 2, 3. അബ്രഹാം പുറപ്പെട്ടെന്നേ.
അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവന് ഭാവി ഉണ്ടാക്കിയെടുത്തു. ചാർച്ചക്കാരും പിതൃഭവനവും സ്വന്തം ദേശവും. ചിലർ അതിൽ തന്നെ കിടക്കുകയാണ്. ബന്ധുക്കൾ വരിക, അവരുടെ വിശേഷം കേൾക്കുക, ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, അവരോട് വിശേഷം പറയുക. ജീവിതം അതിനുവേണ്ടി മാത്രം സമർപ്പിച്ച ആൾക്കാരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വാ. എന്നിട്ട് നിങ്ങളുടെ ഭാവിയെ മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ നാളുകൾക്കായി ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ചില ഗോളുകളുണ്ട്. മറ്റുള്ളവരുടെ ഗോളുകൾ കണ്ട് കൈയടിച്ചുകൊണ്ടിരുന്നാൽ പോരാ. റൊണാൾഡോ അടിക്കട്ടെ, മെസ്സി അടിക്കട്ടെ, വേൾഡ് കപ്പ് അവർ വാങ്ങട്ടെ, നിനക്കെന്നാ നേട്ടം? കൈയടിച്ചത് വെറുതെ, കാശ് മുടക്കിയത് വെറുതെ, കണ്ടിരുന്നത് വെറുതെ. അതെല്ലാം കണ്ടിരിക്കുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. എന്നാൽ നമുക്കും ഗോൾ വേണം. നമുക്കും ചില കപ്പുകൾ ജീവിതത്തിൽ വേണ്ടി വരും. വിജയത്തിൻ്റെ കപ്പുകൾ പല നിലകളിൽ നാം വാങ്ങിക്കൂട്ടണം. നമുക്കും ഗോൾ വേണം. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഗോൾ അത് നമ്മൾ നേടണം. അതിനുള്ള പ്രചോദനമായിരിക്കണം മെസ്സിയും റൊണാൾഡോയും പിന്നെ മറ്റുള്ള ഓരോ വ്യക്തികളും. അവരുടെ എല്ലാം വിജയം കാണുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഒരു ഗോൾ അടിക്കാൻ പ്രചോദനം വേണം. അല്ലാതെ വെറുതെ ഒരു കസേരയിൽ ഇരുന്ന് വെറുതെ അത് കാണരുത്. അതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനാണെങ്കിൽ അത് കാണുക. ഞാനിടയ്ക്ക് വേൾഡ് കപ്പ് കാണും, ഫുട്ബോൾ കാണും. അതിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. ഓരോരുത്തരുടെയും കഴിവുകൾ കാണുമ്പോൾ, സ്കില്ലുകൾ കാണുമ്പോൾ, എത്ര നാളുകൊണ്ടാണ് അവൻ അത് പരിശീലിച്ചത്, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൻ എങ്ങനെ അവിടെ എത്തി? എല്ലാവരും വെട്ടിച്ച ആ ഗോൾ എങ്ങനെ അടിച്ചു? കാരണം പന്ത് കളിച്ചിട്ടുള്ളത് കൊണ്ട് അറിയാം എത്ര ബുദ്ധിമുട്ടായത്. അപ്പോൾ അതിൻ്റെ പുറകിൽ അവൻ മുടക്കിയ വില എത്ര വലുതാണ്. ഇതെല്ലാം തിരിച്ചറിയുക. എല്ലാം അറിയാൻ പോകണ്ട, നിന്റെ വിജയത്തിനുള്ളത് മാത്രം അറിഞ്ഞ് മുന്നോട്ട് പോവുക. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. 28-ാം വാക്യം ഇന്നലെ നമ്മൾ വായിച്ചു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയണം. നാട്ടുകാരുടെ വിശേഷമല്ല അറിയേണ്ടത്, നമുക്കെല്ലാം നന്മയ്ക്കാണെന്നും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്നും ഞാൻ നിർണയപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നും ഉള്ള അറിവാണ് എനിക്കെല്ലാം നന്മയ്ക്കാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അല്ലെങ്കിലോ, ഇത് എന്നെ കൊണ്ട് പോകാനാണ്, ഇതെൻ്റെ വിധിയാണ്, ഇതൊരു ചതിയാണ്, എനിക്കിത് മതി എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്തി ഡിപ്രഷനിലേക്ക് പോകും. ഈ ഒറ്റ വാക്യം മതി നമ്മുടെ ജീവിതം മാറാൻ. നാം എല്ലാം അറിയാൻ നിൽക്കണ്ട, നാം നമ്മെ അറിയണം. അടുത്ത വാക്യം 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പോൾ മുന്നറിഞ്ഞവരാണ്, ദൈവം മുന്നറിഞ്ഞവരാണ് നാം. അപ്പോൾ യേശു കർത്താവ് എന്ന തൻ്റെ ഏകജാതൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രൻ. ഇവിടെ പറയുന്നു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അപ്പോൾ ആ ഒരു അറിവ് നമുക്ക് വേണം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ ഏകജാതനായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഉയർപ്പിൽ വിശ്വസിച്ച നാം കർത്താവിൻ്റെ മക്കളായി മാറിയപ്പോൾ യേശു ക്രിസ്തു മൂത്ത സഹോദരനും നമ്മൾ ഇളയ സഹോദരന്മാരുമായി മാറി. യേശു ഏകജാതനല്ല, ഇപ്പോൾ ആദ്യജാതൻ മാത്രം. ഇതൊരു അറിവാണ്, ഇതൊരു വെളിപ്പാടാണ്. യേശു ഇന്ന് ഏകജാതനല്ല, യേശു ഇപ്പോൾ ആദ്യജാതനാണ്. യേശു മുഖാന്തിരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പൗലോസ് പറയുന്നു.
യേശു മുഖാന്തിരമാണ് നമുക്ക് ഈ ജയമുണ്ടായത്. 1 യോഹന്നാൻ 3 പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കും. കർത്താവിൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണ് നമ്മൾ അറിയേണ്ടത്. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് ഇനി മരണമില്ല, യേശുവിനെ പോലെയാണ്. റോമാലേഖനം 6 പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണ്. യേശു മരിച്ചപ്പോൾ നാമും മരിച്ചു, യേശു ഉയർത്തപ്പോൾ നാമും ഉയർത്തു. ഇതൊരു അറിവാണ്. ഞാനിപ്പോൾ മരിച്ച വ്യക്തിയല്ല, പാപസംബന്ധമായി ഞാൻ മരിച്ചു. ഇനി അതിൽ ഞാൻ ജീവിക്കുന്നില്ല. ഞാനിപ്പോൾ ഉയർത്തെഴുന്നേറ്റ വേറൊരുവൻ്റേതാണ്. ഞാൻ മരിച്ച ദൈവത്തിൻ്റെ പൈതലല്ല, ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ്റെ ഇളയ സഹോദരനാണ്. മരിച്ചവരിൽ ആദ്യജാതൻ യേശു. ആ യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും ഉയർത്തെഴുന്നേറ്റ പുതുക്കപ്പെട്ട വ്യക്തിയാണ്. എനിക്കിനി മരണമില്ല, എന്നിലുള്ളത് നിത്യജീവനാണ്. അതുകൊണ്ട് എനിക്ക് മരണമില്ലെന്ന് പറയുന്നു. എന്നിൽ മരണമില്ല. ക്രിസ്തുവിലായപ്പോൾ 2 കൊരിന്ത്യർ 5:17, ഞാൻ ക്രിസ്തുവിലായപ്പോൾ ഞാൻ പുതിയതായി മാറി, പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞുപോയി, സകലത് പുതുതായി. അപ്പോൾ പുതുതായിട്ട് എന്നെ കർത്താവ് സൃഷ്ടിച്ചതാണ്. എന്നിലൊരു പഴയ സൃഷ്ടിയുണ്ട്, എൻ്റെ ശരീരം. എന്നാൽ മരിച്ചുപോയ എൻ്റെ ആത്മാവിനെ യേശു ക്രിസ്തു മുഖാന്തരം പുതുതായി സൃഷ്ടിച്ചു. ഞാനിപ്പോൾ ഒരു ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ആദാമിനോട് പറഞ്ഞു, നീ പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. എന്നിട്ടും ആദാം 930 വർഷം ജീവിച്ചിരുന്നു. ശരീരമാണ് ജീവിച്ചിരുന്നത്. പാപം ചെയ്ത അന്ന് മരിച്ചു. പാപം ചെയ്യുന്നവർ മരിക്കുകയാണ്. ഇന്നത് കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ചെയ്ത പാപം നിങ്ങളെ കൊന്നിരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കൂ. കർത്താവേ, വീണ്ടും ജനിച്ച ഞാൻ വീണ്ടും പാപത്തിന് അധീനനായി തീർന്നു, എന്നെ വിടുവിക്കണമേ, അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. എനിക്ക് നിങ്ങൾക്ക് ദൈവസ്ഥയിൽ ഏറ്റുപറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കാൻ, കർത്താവിനോട് ക്ഷമയ ചോദിക്കുവാൻ, കരുണ ചോദിപ്പാൻ കർത്താവിൻ്റെ കാൽക്കൽ നമുക്ക് വീഴാം. ആരൊക്കെ ഇന്ന് പകൽ മടങ്ങി വരുന്ന പകലാണ്. വിശ്വാസത്തിൽ വന്നിട്ടും ചെയ്ത പാപം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. ഒന്ന് പ്രാർത്ഥിക്കുക. ആരൊക്കെയോ വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോയി ചെയ്ത മാരക പാപങ്ങൾ, മരണകാരണമായ പാപങ്ങൾ, അത് ഏറ്റുപറയുക. ഒരു പക്ഷേ ക്ഷമിച്ച് കിട്ടിയാലോ. പത്രോസ് പറയുകയാണ്, ഒരു പക്ഷേ. പത്രോസിന് ഉറപ്പില്ല, ശിമയോനോട്, മന്ത്രവാദിയോട് പറയുക, ഒരു പക്ഷേ ഏറ്റുപറയുക. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, ഇനി ഒരിക്കലും ഞാൻ അതിലില്ല, ഞാനൊരു തീരുമാനമെടുത്ത് മടങ്ങി വരികയാണ്, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. ആമേൻ. ഇന്നത് പ്രാർത്ഥിച്ച പലരുടെയും ജീവിതത്തിൽ ഈ ജൂലൈ മാസം ഒരു പുതിയ തുടക്കമാകട്ടെ. ഓരോ ആഴ്ചയും നമുക്ക് അനുഗ്രഹമാകട്ടെ. നമ്മെ പാപം കൊണ്ട് കൊന്നുകളയാൻ നോക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുവാൻ തിരിച്ചറിവിൻ്റെ ദിവസങ്ങളായി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ തരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മക്കൾ അനുഗ്രഹങ്ങൾ കാണട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സമ്പത്ത് വർദ്ധിക്കട്ടെ, ആരോഗ്യം വർദ്ധിക്കട്ടെ, സമാധാനം വർദ്ധിക്കട്ടെ, കുടുംബജീവിതം ആനന്ദമാകട്ടെ. കർത്താവ് കൂടിയിരിക്കണം. പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സൗരഭ്യവാസന പരത്തുന്നവരാകട്ടെ. ദൈവദൂതന്മാരുടെ കാവലുള്ളവരാകട്ടെ. യേശുവിൻ നാമത്തിൽ
ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകൾ വലിയ ബ്ലെസ്സിങ് കൊണ്ടുവരും. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗമുണ്ട്. ഞായറാഴ്ച രാവിലെ 8 മണിക്ക്. താല്പര്യമുള്ളവരും കഴിയുന്നത്രയും പേർ, ദൂരസ്ഥലങ്ങളിലുള്ളവർ പോലും നിങ്ങൾ വരിക. പ്രൈസ് ജനറേഷൻ കുടുംബം നിങ്ങളുടെ സ്വന്തം കുടുംബമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവധിക്ക് വരുന്നവർ ഒരു സഭായോഗമെങ്കിലും ഞങ്ങളുടെ കൂടെ ചിലവഴിക്കണമെന്ന് എൻ്റെ പ്രത്യേക ആഗ്രഹമാണ്. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ തമ്മിലൊന്ന് കാണണമെന്ന് അത് എൻ്റെ ആഗ്രഹമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, വാ. ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായി ഉള്ളത്തിൽ യേശുവേ, മാത്രം